ഹായ്, ഇന്നത്തെ കണ്ടന്റിലേക്ക് കടക്കും മുമ്പ് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. ചിത്ര പുരുഷോത്തമൻ്റെ ഒരു വീഡിയോ ആണ്. ചിത്ര പുരുഷോത്തമൻ നിങ്ങളെ അറിയായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡറാണ്. മിസ് ഇന്ത്യ ഫിറ്റ്നസ് ഒക്കെ നേടിയിട്ടുള്ള ഒരാളാണ്, വളരെ പോപ്പുലറാണ്. അപ്പോൾ ചിത്ര പുരുഷോത്തമൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. என்னோட ஜிம்ல பாருங்க, ஏசி இல்லை, ஃபேன் இல்லை. நீங்கள் எங்காச்சும் பாருங்க, ஏசியும் கிடையாது, ஃபேனும் கிடையாது. ஸோ நேச்சுரல் விண்டோஸ் தான் இருக்குது. ஸோ நேச்சுரல் ஏர் தான் நம்மளுக்கு தேவை. ஸோ ஏன்னா ஒர்க் அவுட் பண்ணுறது எதுக்கு ஸ்வெட் வரணும்னுட்டு சில பேர் ஏசி போட்டுட்டு அது ஸ்டார்ட் பண்ணுவாங்க. சில பேருக்கு வீசிங் இருக்கும். ஸோ அதனாலேயும் அது ப்ராப்ளம் ஆகும். ஸோ பாடி பில்டிங் பண்ணுறதுனால தான், ஜிம் பண்ணுறதுனால தான் ஹார்ட் அட்டாக் வரணுன்ட்டுலாம் கிடையாது. அவங்க எப்படி இருக்காங்களோ அது மேலே டிபெண்ட். நான் என்ன சொல்கிறேன்னா, நான் ஏசி என்னோட கிளைண்ட்ஸ்க்கு கூட நான் சொல்கிறதில்ல, ஆன் பண்ணுங்கள், ஆஃபில் தான் இருக்கணும். அவங்க ஒர்க் அவுட் பண்ணுறதே வெயிட் லாஸ்க்காக தான். ஸ்வெட் வரணும் வெளியே ஸோ டீஹைட்ரேட் ஆகும். அது நிறைய வாட்டர் குடிக்கணும். ഓക്കെ, ഈ വീഡിയോയിൽ ചിത്ര, ഞാൻ പറഞ്ഞു, ചിത്ര വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. ഇതിൽ ചിത്ര വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വിയർക്കണം, നിങ്ങൾ നോൺ എ സി ജിമ്മുകളിൽ പോകണം, നിങ്ങൾ എ സിയും ഫാനും ഒക്കെ ഓഫ് ചെയ്ത് വേണം വർക്കൗട്ട് ചെയ്യാൻ. വെയിറ്റ് ലോസ് ഈസ് ഈക്വൽ ടു വിയർപ്പ് എന്നുള്ള രീതിയിലാണ് ചിത്ര നമുക്ക് പറഞ്ഞു തരുന്നത്. ചിത്രയുടെ ക്ലയൻസ് വരുമ്പോൾ ചിത്ര അവർക്ക് എ സിയും ഫാനും എല്ലാം ഓഫ് ചെയ്യും. ചിത്രയുടെ ജിമ്മിൽ എ സിയും ഫാനും ചിത്ര വയ്ക്കാറില്ല, ഫ്രഷ് എയർ ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് എത്രത്തോളം വിയർക്കുമോ അത്രത്തോളം വെയിറ്റ് ലോസ് ഉണ്ടാകുമെന്നാണ് ചിത്ര പറയുന്നത്. ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ പറയാം, ഇത് 100% തെറ്റായിട്ടുള്ള കാര്യമാണ് ചിത്ര നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാലറി ഡെഫിസിറ്റിൽ നിന്ന് തന്നെ ആവണം. അല്ലാതെ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് മറ്റ് നാച്ചുറലായിട്ടുള്ള യാതൊരു മാർഗവുമില്ല. എന്താണ് കാലറി ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന കാലറിയേക്കാളും കൂടുതൽ നമ്മൾ ബേൺ ആക്കുക എന്നുള്ള ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ 2000 കഴിച്ചാൽ 2500 ബേൺ ആക്കാൻ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുക. എങ്ങനെ ആക്ടിവിറ്റി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സമയം നമ്മൾ തളരാതെ ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. അത് വെച്ച് തന്നെ ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ നിങ്ങളൊരു എ സി ജിമ്മിലും നോൺ എ സി ജിമ്മിലുമാണ് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നോൺ എ സി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ സമയം നിങ്ങൾക്ക് എ സി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. കാര്യം നിങ്ങൾ ഒരുപാട് സമയം വിയർക്കാതെ തളരാതെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരുപാട് എനർജി, നിങ്ങൾക്ക് കാലറി നിങ്ങൾക്ക് ബേണാക്കി കളയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് സംഭവിക്കുന്നത് നിങ്ങൾ എ സി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം തണുത്ത ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്കൗട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി വിയർക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. വിയർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ബേണിങ്ങായിട്ട് യാതൊരു ബന്ധവുമില്ല. വിയർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചൂടിനെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ടെക്നിക്ക് മാത്രം, ഒരു തെർമോ റെഗുലേഷൻ, ഒരു പ്രോസസ്സ് മാത്രമാണ്. നമ്മളധികം നമ്മുടെ ശരീരം ചൂടാകുമ്പോൾ വിയർത്തിട്ട് അത് തണുപ്പിക്കുന്നു. അത് വെയിറ്റ് ലോസായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ ചിത്ര പറഞ്ഞ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വിയർക്കാനാണെങ്കിൽ നിങ്ങൾ ആരും ജിമ്മിൽ പോകേണ്ട കാര്യമില്ല. എന്തിനാണ് ജിമ്മിൽ പോകുന്നത്? ഡെയിലി പോയിട്ട് ഒരു സ്റ്റീം ബാത്ത് എടുത്താൽ പോലെ. നിങ്ങൾ ഒരാഴ്ച വർക്കൗട്ട് ചെയ്താൽ വിയർക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു 10 മിനിറ്റ് സ്റ്റീം ബാത്ത് എടുത്താൽ നിങ്ങൾക്ക് വിയർക്കും. അതിനേക്കാളും വലിയ രസം ഇപ്പോൾ നല്ല ചൂടുള്ള സമയമൊക്കെ കേരളത്തിൽ. ഈ സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ വിയർത്ത് പോകുന്നു, ഒലിക്കുന്നുണ്ടേ. അപ്പോൾ ഈ 2 മാസം 3 മാസം കൊണ്ട് നമ്മളെ മലയാളികളുടെയൊക്കെ വണ്ണം കുറയണമല്ലോ. അത് ഒരു കാരണവശാലും വെയിറ്റ് ലോസും നമ്മുടെ വിയർപ്പായിട്ടൊരു ബന്ധമില്ല. ഏറ്റവും നല്ലത് നിങ്ങൾ എ സിയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇനിയിപ്പോൾ വിയർത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദോഷമെങ്കിലും നമുക്കുണ്ടെന്നെങ്കിലും പറയാം. കാര്യം നിങ്ങൾ ഒരുപാട് വിയർത്തന്നെ, ഒരു പരിധി കൂടെ വിയർത്ത് കഴിഞ്ഞാൽ വിയർപ്പിൽ കൂടി നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ പൊട്ടാസ്യം, മഗ്നീഷ്യം പോലുള്ള ഇലക്ട്രോലൈറ്റ് പോകുമ്പോൾ നമുക്കത് വെള്ളം കുടിച്ച് നമുക്ക് ഒരിക്കലും അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഇലക്ട്രോലൈറ്റ് പോയത് നമ്മളെ ബാധിക്കും. അപ്പം നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് സപ്ലിമെൻ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി എ സി ജിമ്മും നോൺ എ സി ജിമ്മും വെച്ച് നോക്കുമ്പോഴത്തേക്ക് എ സി ജിമ്മ് തന്നെയാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് പോകാനാണെങ്കിൽ രണ്ടും ഓക്കെയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട്, നിങ്ങൾക്ക് എക്കോണമിക്കലി നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഏത് ജിമ്മാണെങ്കിലും നിങ്ങൾ പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണം, വിയർത്താലേ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവൂ എന്ന് ഇത്രയും ഫേമസ് ആയ ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ അതിലുള്ള ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. എനിക്ക് ഒരാളുടെയും പേഴ്സണലായിട്ട് ഇൻസൾട്ട് ചെയ്യാനോ അവർക്ക് അറിവ് കുറവാണെന്ന് കാണിക്കാനോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ചിത്രയൊക്കെ എന്നെക്കാളൊക്കെ എത്ര അറിവുള്ള ആളുകളായിരിക്കാം. പക്ഷേ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിലൊരു സയൻസ് വേണം. അല്ലാതെ ചുമ്മാ ബ്ലൈൻഡായിട്ട് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്നത് വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടേണ്ടി വന്നത്. മറ്റൊരു വീഡിയോയെ കാണുന്നവരേക്കും ബൈ. അതുവരേക്കും എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റ് ഇൻഫോർമേറ്റീവുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.